ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കേക്കാണ്. അതിനു വേണ്ടി ആദ്യം അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് അരിച്ചു വയ്ക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 2 കപ്പ് മൈദയാണ്. അപ്പം നമ്മൾ 2 കപ്പ് മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ആദ്യം തന്നെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ടീസ്പൂണും ബേക്കിംഗ് പൗഡർ ഇട്ടെടുത്തേക്കും. നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മളിവിടെ നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ 2 കപ്പ് മൈദയിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ 6 ഗ്രാമും കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 3 വലിയ നേന്ത്രപ്പഴം കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം കാരമലാണ്. ഇതൊക്കെ അമ്മ ചെയ്ത് തന്നാണ്. ഇനി കാരമൽ ഇല്ലെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്ത് കാരമൽ ചെയ്ത് വെച്ചാൽ മതി. അപ്പം നമ്മൾ 4 കോഴിമുട്ടയാണ് കേക്കിലേക്ക് എടുത്തിക്കണേ. നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാം. അപ്പം ഇതിലേക്ക് നമുക്കിനി കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളെ ബീറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളെ പൊടിച്ചു വെച്ച പഞ്ചസാരയൊക്കെ ബീറ്റ് ചെയ്യാൻ വെച്ചിട്ട് പഞ്ചസാര പൊടിച്ച സെയിം മിക്സിയിൽ തന്നെ നമുക്ക് ഈ പഴക്കൊന്ന് നമ്മൾ പഞ്ചസാര പൊടിച്ചെടുത്ത സെയിം ജാറിൽ തന്നെയാണ് ആ 3 പഴം അരച്ചെടുക്കുന്നത്. നമ്മളിപ്പടുത്ത് 4 മുട്ട ഇപ്പൊ നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് 4 ടീസ്പൂൺ അളവിൽ കാരമൽ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂട്ടത്തിന് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പഴം കൂടി ചേർത്ത് കൊടുക്കാം. പഴം നമ്മളെ കാരമൽ സോസും കൂടി നന്നായി ഒന്ന് മിക്സ് ആവട്ടെ. പഴം നമ്മളെ കാരമൽ സോസും ഗ്രാമ്പും കൂടി നല്ല അടിപൊളി മണം വരും കേട്ടോ. ഇനി ഇതിലേക്ക് കേക്ക് നല്ലോണം സോഫ്റ്റ് ആവാൻ വേണ്ടി 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് ബീറ്ററിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്തിന് നമ്മൾ ഓവൻ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ കണ്ടാൽ തന്നെ തോന്നില്ലേ നമ്മളെ കേക്കല്ല സോഫ്റ്റ് കേക്കാണെന്ന്. അപ്പോൾ മുഴുവൻ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കാഷ്നട്ടും ചോക്കോ ചിപ്സും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമ്മളെ ഈ ചോക്കോ ചിപ്സും കാഷ്നട്ടും ഇതിൻ്റെ അടിക്ക് താഴ്ന്നു പോവില്ല. അപ്പം നമുക്ക് ഈ കാഷ്നട്ടൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഞാൻ ഇവിടെ 10 ഇഞ്ചിൻ്റെ കേക്കിന് ബട്ടർ പേപ്പറൊക്കെ ഗ്രേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് ഡേർക്കിൽ വെച്ചിട്ടോ പപ്പടം കുത്തി വെച്ചിട്ടോ കളഞ്ഞെടുക്കാം. നന്നായി ടാപ്പ് ചെയ്യാം. ഭംഗിക്ക് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചോക്കോ ചിപ്സും ചേർത്തെടുക്കാം. ഇനി ഇതൊന്ന് 40 മിനിറ്റ് 170 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. നല്ല ചൂട്
വെന്തുണ്ട്, അതുകൊണ്ട് അമ്മ അച്ഛന് പുറത്തേക്ക് എടുത്തച്ഛന്. ഇനി ഇത് വെന്തോ നമുക്ക് നോക്കാം. അപ്പോൾ തൊട്ടി പിടിക്കണമെന്നില്ല, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം മുറിക്കാം. അപ്പോൾ ഇത് നന്നായി തണുത്തുണ്ട്. ഇനി നമുക്ക് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. നാളേക്കാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നാളെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക.